സ്വന്തമായിട്ടുള്ള ഭാര്യ തീർച്ചയായിട്ടും അതെന്തിനാണ് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയണം? കാരണം പല ആരോപണങ്ങൾക്ക് മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. സോ എനിക്കത് പറയണം. കാരണം ഈ എന്റെ കയ്യിലിരിക്കുന്ന 2017 മെയ് മാസത്തിൽ 7-ാം തീയതി എന്നെ വിവാഹം ചെയ്ത് രജിസ്റ്റർ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് ഇത് ഈ കാണുന്ന പ്രേക്ഷകർ ഒരാൾ വന്നെങ്കിലും ഇത് പ്രൂവ് ചെയ്ത് ഇത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇവർ പറയുന്ന ജോലി ഞാൻ ചെയ്യാം. ഹലോ ഗൈസ്, രേണു സുധി എന്ന് പറയുന്ന രേഷ്മ പി തങ്കച്ചന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോൺട്രവേഴ്സി ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളിക്കാരിന്റെ വിവാഹം കഴിഞ്ഞ ഡേറ്റും സുധീനെ കണ്ട ഡേറ്റും പുള്ളിക്കാരിക്ക് തന്നെ യഥാർത്ഥത്തിൽ ഓർമ്മയില്ല എന്ന് വേണം പറയാൻ. അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ചെയ്യുക. ഇപ്പം കമന്റ് ബോക്സിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കാം. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ഒന്നും കൂടെ കാണാം. കാരണം പല ആരോപണങ്ങൾക്ക് മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. സോ എനിക്കത് പറയണം. കാരണം ഈ എന്റെ കയ്യിലിരിക്കുന്ന 2017 മെയ് മാസത്തിൽ 7-ാം തീയതി എന്നെ വിവാഹം ചെയ്ത് രജിസ്റ്റർ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് ഇത് ഈ കാണുന്ന പ്രേക്ഷകർ ഒരാൾ വന്നെങ്കിലും ഇത് പ്രൂവ് ചെയ്ത് ഇത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇവർ പറയുന്ന ജോലി ഞാൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് 2017 മെയ് മാസം 7-ാം തീയതിയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ അതൊന്നും കൂടെ കേൾപ്പിക്കാം, കറക്റ്റ് കേട്ടോളൂ. ഈ എന്റെ കയ്യിലിരിക്കുന്ന 2017 മെയ് മാസത്തിൽ 7-ാം തീയതി എന്നെ വിവാഹം ചെയ്ത് രജിസ്റ്റർ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന്. ഓക്കെ, കേട്ടല്ലോ. 2017 മെയ് മാസം 7-ാം തീയതിയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ളതെന്ന് ഇവര് തന്നെയാണ് പറയുന്നത്. അതും വൈബർ ഗുഡ് ദേവുവിന്റെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂക്കകത്താണ് പറയുന്നത്. ഇതിന് മുമ്പ് മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ഇന്റർവ്യൂ ചാനലിൽ എങ്ങാണ്ടുമാണ് അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റും കൊണ്ട് വന്നിട്ട് കാണിക്കുകയുണ്ടായി. അതിലെ ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സ്ക്രീൻഷോട്ടിന്റെ അകത്ത് 2018 മെയ് മാസം 7-ാം തീയതി എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി, സമ്മതിച്ചു. ചിലപ്പോൾ ഒരു വർഷം മാറിപ്പോയതായിരിക്കാം എന്ന് നമുക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി പറയാം. പക്ഷെ പുള്ളിക്കാരി പല ഇന്റർവ്യൂസില് പല ഡേറ്റുകളും പല മാസങ്ങളുമാണ് കൊടുക്കുന്നത്. മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ച അതിൽ 2018 മെയ് മാസം 7-ാം തീയതിയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞതായിട്ട് കാണുന്നത്. പക്ഷെ അവര് വേറെ ഇന്റർവ്യൂ ചാനലുകളിൽ പറയുന്നത് 2017 മെയ് മാസം എന്നാണ്. ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സുധീനെ കാണുന്നത് 2017 ഡിസംബർ മാസത്തിലാണ്. ഡിസംബർ മാസത്തിന്റെ അവസാനത്തിൽ അവര് സുധിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ് ഇവര് വേറെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ ഞാൻ ഇവിടെ നിങ്ങളെ പ്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 2016 ഈ സ്ത്രീ ഈ വീണ എന്ന് പറയുന്ന ആ ചേച്ചി സുധിച്ചേട്ടനുമായിട്ട് അകലുകയും 2018 നിങ്ങളുടെ വിവാഹം? 2017 നിങ്ങളുടെ വിവാഹം. അതിനു മുമ്പ് തന്നെ രേണു ചേച്ചിയുമായിട്ട് സുധിച്ചേട്ടന്റെ ബന്ധമുണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് ആങ്കർ പറയുന്നുണ്ട് 2016 വീണ സുധിയുമായി അകലുകയും 2018 നിങ്ങളുടെ വിവാഹം എന്ന് ചോദിക്കുന്ന സമയത്ത് രേഷ്മ പി തങ്കച്ചൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ല 2017. ഓക്കെ, ആ സമയത്തും പുള്ളിക്കാരി 2017 എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ആ 2017 വിവാഹം കഴിച്ചത് എന്ന് രേണു പറയുകയുണ്ടായി. അപ്പൊ അതിനുശേഷം എന്നാണ് പരിചയപ്പെടുന്നത് എന്നുകൂടെ ഈ സ്ത്രീ പറയുന്നുണ്ട്. അതുകൂടെ ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. സുധിച്ചേട്ടനെ ഞാൻ കാണുന്നത് തന്നെ 2017 ഡിസംബർ മാസത്തിലാണ്. ആ ഒരൊറ്റ മാസം പോലും എടുത്തില്ല ഞങ്ങൾ സംസാരിക്കാനും കാണുന്നത്. എനിക്ക് സുധിച്ചേട്ടന്റെ നമ്പർ പച്ചക്കള്ളം തന്നെയാണ്. ഇത് ഞാൻ പറയുന്നു, ഇത് പച്ചക്കള്ളവല്ല, അപ്പുറം കള്ളമാണ്. അതിന് മുമ്പ് കള്ളമാണ്. ആ സ്ത്രീ പറഞ്ഞു ഇത് കള്ളം. ഓക്കെ, സുധിച്ചേട്ടനെ ഞാൻ കാണുന്നത് 2017 ഡിസംബർ മാസത്തിലാണ്. ഞാനത് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ നിങ്ങളത് കറക്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2017 ഡിസംബർ മാസമാണ് കാണുന്നത് എന്നാണ് ഇവിടെ ഇവർ വ്യക്തമായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വൈബർ ഗുഡ് ദേവുവിന്റെ ഇന്റർവ്യൂ പറയുന്നത് പ്രകാരം 2017 മെയ് മാസം 7-ാം തീയതി നിങ്ങൾ എങ്ങനെ വിവാഹം കഴിക്കും? 2017 ഡിസംബർ മാസം ആദ്യമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഹൗ ഇറ്റ് കുഡ് ബി പോസിബിൾ? പച്ചക്കള്ളമല്ല, അതിന്റെ അപ്പുറത്തുള്ള കള്ളമാണ് എന്നൊക്കെയാണ് ഈ ഇന്റർവ്യൂക്കകത്ത് അവർ പറയുന്നത്. ഇപ്പൊ ആരാണ് പച്ചക്കള്ളം പറഞ്ഞത് എന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 2017 ഡിസംബറിൽ ആദ്യം കാണുന്ന ഇവരെങ്ങനെ വിവാഹം കഴിക്കും? രജിസ്റ്റർ മാരേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാസം നോട്ടീസ് ബോർഡിനകത്ത് ഇത് എഴുതി ഒട്ടിച്ചു വെക്കണം. എനിക്കറിയാം, ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്ത ഒരാളാണ്. 2017 നോട്ടീസ് ബോർഡിൽ അത് ഒട്ടിച്ചു വെക്കണം. ആ ഒരു മാസം ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ 2018 ജനുവരിയോ, അതല്ല ഡിസംബർ മാസം ഇവർ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഡിസംബറിന്റെ തൊട്ട് മുമ്പത്തെ മാസം ആയിരുന്നിരിക്കണം രജിസ്റ്റർ ഓഫീസിൽ അത് എന്താണ് ആ ഒരു നോട്ടീസ് ബോർഡിൽ ഒരു മാസത്തെ അത് കൊടുക്കേണ്ടത്. ഇവർ പറയുന്നതിൽ തന്നെ ഒരുപാട് പൊരുത്തക്കേടുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? അവർ കാണിച്ച സർട്ടിഫിക്കറ്റിന്റെ അകത്തുള്ളത് 2018. ഓക്കെ, 2018 അതിൽ അവർ കാണിച്ച സർട്ടിഫിക്കറ്റിനകത്ത് വരുന്ന ഡേറ്റ് 2018 മെയ് 8-ാം തീയതി. പക്ഷെ വൈബർ ഗുഡ് ദേവുവിന്റെ അകത്ത് അവർ പറയുന്നുണ്ട് 2017 മെയ് എന്നുള്ള ഒരു ഡേറ്റ്.
ഇപ്പം ഇവർ പറയുന്നു ഡിസംബർ മാസം 2017 ഇവർ കാണുന്നത് എന്നുള്ളതും ഡിസംബർ മാസം അവസാനം ഇവർ കല്യാണം കഴിക്കുന്നു എന്നും. ഇതിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 2017 ഡിസംബർ മാസം കാണുന്ന ഇവരെങ്ങനെ 2017 മെയ് മാസം കല്യാണം കഴിക്കും? ഇവർക്ക് വർഷം പുറകോട്ടാണ് പോകുന്നത്, നമുക്കൊക്കെ മുമ്പോട്ടല്ലേ പോകുന്നത്. ഇവിടെ പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, സർട്ടിഫിക്കറ്റ് വ്യാജമാണോ? രണ്ടാമത്തെ കാര്യം, 2017 തന്നെയാണ് ഇവർ വിവാഹം കഴിച്ച ഡേറ്റ്, മെയ് മാസം തന്നെയാണ് ഇവർ വിവാഹം കഴിച്ച ഡേറ്റ് എന്നുള്ള കാര്യം. മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസംബർ മാസം ഇവർ കാണുകയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് ഡിസംബർ മാസം അവസാനം ഇവർ ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാൻ തുടങ്ങുക? ഇങ്ങനെ പല ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഇതൊക്കെ നിങ്ങളുടെ വായിന്ന് തന്നെ വീഴുന്നതാണ്. സോഷ്യൽ മീഡിയക്കകത്ത് അത് തെളിവ് സഹിതം ഒരു ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് കിടപ്പുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ആരാണ് പച്ചക്കള്ളം പറയുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി കാണുമല്ലോ. ഇതേ സമാനമായ ഒരു കേസ് കേട്ടാണ് ഏവിയേഷൻ്റെത്. അവർ അതും നട്ടാക്കുരുക്കാത്ത നുണ തന്നെയാണ് പറയുന്നത്. നഴ്സിംഗ് പഠിക്കുന്ന ഒരാൾ പകുതി വെച്ച് പഠനം നിർത്തി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ്സ് അവിടെ വാങ്ങി വെക്കും. പിന്നെ ആ ഫീസ് മുഴുവൻ അടച്ചതിന് ശേഷം മാത്രമേ അവർ സർട്ടിഫിക്കറ്റ് തിരികെ തരുള്ളൂ. എന്റെ അനിയത്തിയും ചേച്ചിയും പഠിച്ച നഴ്സിംഗ് ആണ്. സോ എനിക്ക് ആ കാര്യങ്ങളെ കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ട്. സ്റ്റാർ മാജിക്കിലെ ആളുകളാണ്, ഫ്ലവേഴ്സ് ചാനലിലെ ആളുകളാണ് ഇവർക്ക് ആ സർട്ടിഫിക്കറ്റ് മേടിക്കാനുള്ള ക്യാഷ് അവിടെ അടച്ചിട്ട് ബാംഗ്ലൂരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്ത് ഇവർക്ക് കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് 10ാം ക്ലാസിന്റെ +2 ഒന്നും സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇവർ ഏവിയേഷന്റെ കോഴ്സ് പഠിക്കുന്നത്? ഒരു ഏവിയേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ എങ്ങനെയാണ് ഇവർ ബാംഗ്ലൂർ എയർപോർട്ടിൽ, തിരുവനന്തപുരം എയർപോർട്ടിൽ, പിന്നെ വേറെ ഏതോ ഒരു ഇതിന്റെ പേരൊക്കെ അറിഞ്ഞായിരുന്നു, അവിടെയൊക്കെ ഇവർ വർക്ക് ചെയ്യുന്നത്? സോ ഇവര് നിലനിൽപ്പിന് വേണ്ടി മിനിറ്റിന് നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ നുണകൾ കൊണ്ട് കൂട്ടിക്കെട്ടിയ ഒരു ചീട്ടുകൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിലാണ് ഇപ്പൊ രേണു സുധിയും കുടുംബവും നിൽക്കുന്നത്. അടിയിൽ നിന്ന് ഓരോ നുണകൾ പൊളിഞ്ഞു വീഴുന്ന സമയത്ത് നിങ്ങൾ മൂക്ക് കുത്തി താഴെ കിടക്കുന്ന അവരറിയുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നുണകളൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം കേൾക്കുന്ന നമുക്ക് മനസ്സിലാവുന്നില്ല. പറയുന്ന അവർക്കെങ്കിലും അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള നുണകളെല്ലാം കൂടെ കൂട്ടി നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് വീണ എന്ന് പറയുന്ന സ്ത്രീ 100% സത്യമാണ് എന്നുള്ളതാണ്. നമ്മളിവിടെ റിതപ്പന്റെ ജനനമായിട്ട് ബന്ധപ്പെട്ട് രേണു സുധിയുടെ മാരേജ് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഡേറ്റ് കിട്ടണം. കാരണം റിതപ്പൻ ഇപ്പം 5 വയസ്സ് എന്നാണ് ഇവർ പറയുന്നത്. 5 വയസ്സ് പുറകോട്ട് എന്ന് പറയുന്ന സമയത്ത് 2020 കണക്ക് കൂട്ടാൻ 2021, 22, 23, 24, 25 2020 റിതപ്പന്റെ ജനനം, അല്ലെങ്കിൽ 2019 ലാസ്റ്റ് വീക്കിലായിരുന്നിരിക്കണം റിതപ്പന്റെ ജനനം. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ 2019 രേണുവിന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവുക. ഇത് ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, റിതപ്പൻ തന്നെ ഏതൊരു കിച്ചന്റെ വ്ളോഗിനകത്താണോ എന്ന് എനിക്കൊരു സംശയം. ആ സമയത്ത് അമ്മയുടെ വയറ്റിലായിരുന്നു എങ്ങാണ്ടും പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഇനി അതെന്റെ തോന്നലാണോ, ഞാൻ കേട്ടത് മിസ്റ്റേക്ക് ആണോ എന്നുള്ളത് അറിയില്ല. അതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2019 വിവാഹം കഴിയാനല്ലേ സാധ്യത? ഗൈസ്, ഇത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇവർക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഇപ്പൊ അടുത്ത് ഇവർക്ക് ക്യാഷ് കൊടുത്ത ആൾക്കാർ അത് തിരിച്ചു ചോദിച്ച സമയത്ത് സുധി മരിക്കുന്നതിന് മുമ്പുള്ള അവരുടെ ഓഡിയോസും ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് കിടക്കുന്നുണ്ട്. അതിൽ തന്നെ വ്യക്തമാണ് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന സ്ത്രീയുടെ കാശിനോടുള്ള അത്യാർത്തി എന്നുള്ളത്. കാരണം അവർക്ക് വാങ്ങാനേ അറിയുള്ളൂ, തിരിച്ചു കൊടുക്കാൻ അറിയില്ല. തിരിച്ചു ചോദിക്കുന്ന ആൾക്കാരെ അവരെ ആട്ടി ഓടിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ നാട്ടിച്ച് വിടുകയാണ്, നാണം കെടുത്തുകയാണ്. അത് തന്നെയാണ്, അതേ പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മുമ്പോട്ട് അവരെ സഹായിക്കുന്ന ആളുകൾക്കും സെയിം പാറ്റേൺ തന്നെയായിരിക്കും നല്ല ആട്ട് കിട്ടുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഈ ഒരു സാധനം വിത്ത് പ്രൂഫ് അടക്കം നിങ്ങൾ കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ആ മാരേജ് സർട്ടിഫിക്കറ്റ് വിലയിരുത്തിയ സമയത്ത് ആ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്നുള്ളതിന് എനിക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല. കാരണം 3 സാക്ഷികൾക്ക് ഒപ്പിടാം, 50 RSന്റെ മുദ്ര പേപ്പർ കാര്യങ്ങളൊക്കെ മാരേജിന് യൂസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോ ആവശ്യമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് റിയൽ ആണ് എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ അത് റിയൽ അല്ല എന്ന് നമുക്ക് കരുതാം, ഇവർ ഡേറ്റ് മാറ്റി പറയുന്നത് കൊണ്ട് തന്നെ. സോ താജുദ്ദീൻ എന്ന് പറയുന്ന ആൾ ആ വിവരാവകാശ കമ്മീഷനിൽ എന്തോ പരാതി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഈ മാരേജ് സർട്ടിഫിക്കറ്റ് വ്യാജമാണോ ഒറിജിനൽ ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പം അത്തരത്തിലുള്ള തെളിവുകൾ കൂടുതലായിട്ട് പുറത്തേക്ക് വരട്ടെ. ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന കള്ളങ്ങളാണ് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് നാട്ടുകാരെ നെഞ്ഞത്തോട്ട് ഈ രേണു സുധിയുടെ അന്തം ഫാൻസ് കയറാൻ വേണ്ടി വരണ്ട. ഒന്നെങ്കിൽ അവർ ഇത്തരത്തിലുള്ള അലിഗേഷൻസും കാര്യങ്ങൾക്കും വഴി വെക്കാതെ മിണ്ടാതെ ഇരിക്കുക. അവരോട് അഭിനയിക്കേണ്ട എന്ന് പറയുന്നില്ല, പക്ഷെ അവരുടെ വായിക്ക് ചെറുതായിട്ടൊരു ലോക്കിട്ട് കൊടുക്കാം. അനാവശ്യമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നതുകൊണ്ടാണ് ഇത്രയധികം പൊങ്കാല വരുന്നത്. സോ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.